ഹലോ ഗായ്സ്, വെൽക്കം ടു സഫ്രൂസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അത് ചെയ്യാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് നമ്മൾ ബാക്ക് ടു സ്കൂൾ ഐറ്റംസ്, അതായത് നമ്മൾ സ്കൂളിലത്തേക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള എല്ലാ ഐറ്റംസിൻ്റെയും കാണിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്കൂൾ ബാഗ് നോക്കാം. ഈ ഒരു കളറാണ് നമ്മൾ ഈ വർഷം ചൂസ് ചെയ്തേക്കുന്നത്. കഴിഞ്ഞ വർഷം സ്കൈ ബ്ലൂ, അതിന് മുന്നത്തെ വർഷം പിങ്കൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം മോൾക്ക് ഈ ഒരു കളറാണ് വേണമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് സോഫിയൻ്റെ ബാഗാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത്. മോള് സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിനുള്ള ബാഗ് നമുക്ക് വേണ്ടി വരും. ബാഗ് നമുക്ക് വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള സ്പേസും എല്ലാം ഉള്ള ബാഗ്, നല്ലൊരു ബാഗായിരുന്നു. ഇഷ്ടമായി മോൾക്ക്. അപ്പോൾ ഇതാണ് മോൾക്ക് ഇഷ്ടമായി വാങ്ങിയത്. ഇതാണ് ലഞ്ച് ബോക്സ് ഞങ്ങൾ വാങ്ങിയത്. ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് മോൾക്ക് ഇത് ഇഷ്ടമായതുകൊണ്ട് ഈ ഒരു ബോക്സ് സെലക്ട് ചെയ്തതാണ്. യൂണിക്കോൺ തീമൊക്കെ മോൾക്ക് നല്ല ഇഷ്ടമാണ്. ഈ ഒരു ലഞ്ച് ബോക്സിനകത്ത് ഒരു കുഞ്ഞ് കറിയൊക്കെ വെക്കാനായിട്ട് ഒരു ബോക്സ് കൂടിയുണ്ട്, പിന്നെ ഒരു സ്പൂണും ഉണ്ട്. അപ്പോൾ ഈ ബാഗിൻ്റെ കളറിലെ ലഞ്ച് ബോക്സ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാം നമ്മൾ ഓരോരോ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അടുത്ത് നമുക്ക് സ്നാക്സ് ബോക്സ് നോക്കാം. അത് ഈ ഒരു കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്, ബാഗിൻ്റെ കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അടുത്തത് ലഞ്ച് ബാഗാണ്. ലഞ്ച് ബാഗ് ഞങ്ങൾ ഇതാണ് സെലക്ട് ചെയ്തത്. ബാഗിൻ്റെ കളറിലെ ലഞ്ച് ബാഗ് കിട്ടിയിരുന്നു, പക്ഷേ അത് മോൾക്ക് ഇഷ്ടമായിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഈ ഒരു ലഞ്ച് ബാഗാണ് സെലക്ട് ചെയ്തത്. സ്കൂൾ ഷൂ ആണ്. സ്കൂൾ ഷൂ മോൾക്ക് കഴിഞ്ഞ വർഷം 2 ഷൂ വാങ്ങിയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ഒരു ജോഡി തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ. സൈസിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ജോഡി തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ കുട, ഈ ഒരു കുടയാണ് ഇഷ്ടമായത് അവൾക്ക്. പോപ്പിൻ്റെ തന്നെ കുടയാണ് മോൾക്ക്. ബാഗുമായിട്ട് ആ കളറുമായിട്ട് സാമ്യമുള്ളതുകൊണ്ട് ഈ കുട മതി എന്ന് പറഞ്ഞിട്ട് ഇത് തന്നെയാണ് വാങ്ങിയത്. പിന്നെ നമ്മൾ ബോട്ടിൽ വാങ്ങിച്ചത് ഇതാണ്. വാട്ടർ ബോട്ടിൽ യൂണിക്കോൺ തീമിൽ തന്നെ വരുന്നതാണ്. മോൾക്ക് ഇഷ്ടമായിട്ട് ഇത് ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത്. ഓൺലൈനിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്നിട്ടാണ് വാങ്ങിയത്. ഇതിലിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഓപ്പണായി വരും. പിന്നെ അതിൻ്റെ ഉൾവശത്തും ഒരു സ്ട്രോ കിടപ്പുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഒരു വാട്ടർ ബോട്ടിൽ കൂടി വാങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇടയ്ക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിലായിരുന്നു. ടൈമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് കുടിക്കാനുള്ളതായിട്ടുള്ള ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്. അതിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിലും ഇങ്ങനെ തന്നെയാണ്. അവിടെ പ്രസ് ചെയ്യുന്ന ടൈമിന് അത് ഓപ്പണായി വരുന്നുണ്ട്. ഉള്ളിലും ഒരു ട്യൂബ് ഇങ്ങനെ കിടപ്പുണ്ട്, സ്ട്രോ പോലെ. പിന്നെ നമ്മൾ ഒരു എറേസർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഓൺലൈനിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഒരു റെയിൻബോൻ്റെ ഒരു മോഡലിൽ വരുന്നതാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ പെൻസിൽ ബോക്സ് എൽസേൻ്റെതാണ് വാങ്ങിയത്. ഫ്രോസൺ എന്ന് എഴുതിയിട്ടുണ്ട് അതിൽ, ഫ്രോസൺ എൽസ എന്നുള്ളത്. അത് ഓപ്പൺ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒരു സ്കെയില്, ഒരു പെൻസില്, ഒരു ടൈം ടേബിളൊക്കെ എഴുതാവുന്ന ഒരു പേപ്പറും അങ്ങനെ സംഭവങ്ങളെല്ലാം കൂടി ഉണ്ടായിരുന്നു. പിന്നെ അതിൽ ഉള്ള ഒരു കീ ചെയിൻ ഇരിപ്പുണ്ട്. ആ കീ ചെയിൻ സെപ്പറേറ്റ് ഞങ്ങൾ സഫ്രാൻ്റെ പേര്, മോളുടെ പേര് എഴുതിയിട്ട് സഫ്രാന്ന് എഴുതിയിട്ട് അക്ഷരങ്ങൾ കൊടുത്തിട്ട് ചെയ്ത് വാങ്ങിയതാണ്. ബാഗിൽ ജസ്റ്റ് ഇടാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്.
പിന്നെ ഈ കുഞ്ഞു കുട്ടികളൊക്കെ കൂടുതലും വേണ്ടത് ഈ എറേസറൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയി കളഞ്ഞിട്ട് വരുന്ന ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ വേണ്ടി വരും കൂടുതലായിട്ട്. അപ്പോൾ നമ്മളതും ഓരോ ബോക്സ് വീതം വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വാങ്ങിയ പെൻസിലെന്ന് പറയുന്നത് ബ്ലാക്ക് ബ്യൂട്ടീൻ്റെ പെൻസിലാണ്. ഇതിൻ്റെ പുറകിലായിട്ട് തന്നെ എറേസറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നല്ല ബ്ലാക്ക് ആയിട്ടുള്ള പെൻസിലാണ് കേട്ടോ. അപ്പോൾ പെൻസിൽ ഒന്ന് കണ്ടു നോക്കാം. പെൻസിൽ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഒരു ഫെവിക്കോൾ വാങ്ങിയിട്ടുണ്ട്, 2 സ്കെയിൽ വാങ്ങിയിട്ടുണ്ട്, ഒരു പെന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവർക്ക് അസൈൻമെൻ്റൊക്കെ ഉള്ള ടൈമിന് പേപ്പറൊക്കെ പിൻ ചെയ്ത് വയ്ക്കാനായിട്ട് ഈ ഒരു സംഭവം കൂടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അസൈൻമെൻറ്റ് പേപ്പറും ഫയലും ഞാൻ സെപ്പറേറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, എടുക്കാനായിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ ഒരു ഫയൽ കൂടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ നോട്ട്ബുക്കൊക്കെ നല്ല ക്ലീനായിട്ട് അത്യാവശ്യം പൊതിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള ഈ ഒരു നെയിം സ്ലിപ്പ് ഞങ്ങൾ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. അതായത് മോളുടെ ഫോട്ടോ വെച്ചിട്ട് നെയിമും സ്കൂളിൻ്റെ പേര്, ക്ലാസ് എല്ലാം കൊടുത്തിട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. മീഷോയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് 103 രൂപയ്ക്കാണ് കിട്ടിയത്. 30 നെയിം സ്ലിപ്പാണ് വരുന്നത്. പിന്നെ എനിക്ക് ഈ ഒരു പേപ്പറാണ് പൊതിയുന്നതിനായിട്ട് ഇഷ്ടം. കുറച്ച് നീറ്റായിട്ട് തോന്നും എനിക്ക് ഈ ഒരു പേപ്പർ. അപ്പോൾ ഈ ഒരു കളറിലെ പേപ്പറാണ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യാറ്. പിന്നെ ഈ ബുക്കിൽ സ്റ്റാപ്ലെയർ അടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നീറ്റായിട്ടിരിക്കാനായിട്ട് ഞാൻ ഉള്ളിൽ വൈറ്റ് കളറിലെ തന്നെ സെലോ ടാപ്പാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും. അപ്പോൾ മോൾക്ക് സെമസ്റ്റർ ടെക്സ്റ്റും എല്ലാം ഉള്ളതുകൊണ്ട് ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ഐറ്റവും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.